സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പങ്കെടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ദേ ഹാവ് നോ മോറൽ റൈറ്റ് ആക്ച്വലി. രണ്ടാമത്തെ വിഷയം, ഈ പിൻവലിക്കുമെന്ന് പറഞ്ഞ കേസുകൾ ആദ്യം പിൻവലിക്കണം. വിശ്വാസത്തിലൊപ്പമാണെന്ന് പറഞ്ഞാൽ ആ കേസുകൾ പിൻവലിക്കാൻ അവർ തയ്യാറാകണം. മൂന്നാം അതിപ്രധാന വിഷയം, ഇവരെ വിശ്വാസത്തിലൊപ്പമാണെങ്കിൽ ശബരിമല സംരക്ഷിക്കുമെന്നും ആചാരം സംരക്ഷിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും അവർ കൊടുത്തിരിക്കുന്ന നിലനിൽപ്പിക്കുന്ന ആ ഒരു സത്യവാങ്മൂലം പിൻവലിച്ച് ഞങ്ങൾ വിശ്വാസത്തിലൊപ്പമാണെന്ന് പറയുകയും ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ ഭക്തജനങ്ങൾ പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നീങ്ങും. അതിന് പൂർണ്ണ ഉത്തരവാദി ഈ കേരള സർക്കാരും ഇടതുപക്ഷ പാർട്ടികളുമാണെന്ന് മാത്രമേ എനിക്ക് പറയാം. നമ്മുടെ ഈ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം നടത്തുവാനായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് സർക്കാർ പോവുകയാണ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം എന്നൊരു മറ കാണിച്ചുകൊണ്ടാണ് ഇത് നീങ്ങുന്നത്. ഇതിൽ വിശ്വാസി സമൂഹം പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അയ്യപ്പ ഭക്തരായ ആരും തന്നെ ഇതിൽ പങ്കെടുക്കില്ല. കാരണം അവർക്ക് അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും ആ 2018 വേദനകളാണ്. ആചാര ലംഘനം ഉണ്ടായി. ശബരിമലയിൽ നമുക്കറിയാം 2018 പന്തളത്താണ് ഇതിൻ്റെ തുടക്കം ഉണ്ടായത്. അന്ന് ഞാനൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ പൊസിഷനിൽ ഞാൻ മാറിയിട്ടുണ്ട്. അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ചുമതലയിലാണ്. പന്തളം കൊട്ടാരം ഇതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ പ്രതികരണം വരും. ഇന്നലെ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതും ചെയ്യുവാനുണ്ട്. ഇപ്പോൾ തന്നെ അറിയാം, 1950 അവിടെ ഷഡാധാര പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും പൂർണ്ണമായ ഒരു പടിത്തരം അവിടെ ഇല്ല. ഈ പടിത്തരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്ത്, പത്മകുമാർ ഇരുന്ന കാലത്ത് അതിലൊരു ഞങ്ങളെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടുകയും അതിൻ്റെ യോഗ മിനിറ്റ്സ് ഉണ്ട് കയ്യിൽ, അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും ഇല്ല. ഈ ഒരു വിശ്വാസി സംഗമം നടത്തിയാൽ വിശ്വാസികളുടെ മനസ്സിലുള്ള മുറിവ് ഉണങ്ങും എന്നൊരു ധാരണയിൽ അത് ഒട്ടും വിശ്വാസമില്ലാത്തവർ, കാരണം കഴിഞ്ഞ നമുക്ക് കണ്ടതാണ്, അവിടെ മകരവിളക്ക് കാലത്തൊക്കെ തന്നെ നമ്മൾ പുണ്യമായ തീർത്ഥം തന്നപ്പോൾ അത് ഒരു സാനിറ്റൈസർ പോലെ തുടച്ചു മാറ്റി ഭഗവാന്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്നത് കണ്ടതാണ്. അങ്ങനെയൊരു വിശ്വാസം ഒട്ടുമില്ലാത്തവർ, നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്നേ നമുക്ക് പറയാനുള്ളൂ. വിശ്വാസമില്ലാത്തവരാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. അത് വിശ്വാസികളുടെ ഒരു പാർട്ടിസിപ്പേഷനും ഇല്ലാതെയാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടാൻ നമ്മൾ നിയോഗിതരായത്. കാരണം കവനൻ്റ് പ്രകാരം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രാജാവ് ഭരിച്ചിരുന്ന അതേ ആ ഒരു നിലപാടിൽ തന്നെ അതേ വകുപ്പുകളോട് ചേർന്നാണ് ശരിക്കും 49 ശേഷം ഈ ദേവസ്വം ബോർഡ് തന്നെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ അതാണ്. അതിൽ സെക്ഷൻ 31 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ യൂസേജ് ഒന്നും മാറാൻ പാടില്ലെന്നാണ്. അവിടെയുള്ള പഴയ ആചാരങ്ങൾ പലതും മാറിയിരിക്കുന്നു. ഇന്നും ശബരിമലയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ തീർത്ഥാടനം, പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെയല്ല. 41 ദിവസത്തെ വ്രതം, അത് കൂടുതലും വെളിയിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ വളരെ ഈവൻ ചെരുപ്പ് പോലും ഇടാതെ കാൽനടയായിട്ട് വളരെ ഭക്തിപൂർവ്വം വരുന്നതാണ്. അവരുടെയൊക്കെയുള്ള മനസ്സിൽ വരുന്ന ആ വിഷമങ്ങൾ, അവിടുത്തെ ആചാരധ്വംസനങ്ങൾ, അവിടെ ഭക്തജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഇത്രയും വളരെ ദൂരെ നിന്ന് വരിക എന്നുള്ളൊരു പരിഗണനയൊന്നുമില്ല, പിടിച്ച് തള്ളുകയാണ്. നമ്മൾ എന്താ ചെയ്യുക? ഒരു നിമിഷം ഭഗവാനെ കാണാനുള്ള സൗകര്യം പോലും അവിടെ ചെയ്യുന്നില്ല. അതുമല്ല, വളരെ വളരെ കഷ്ടപ്പെട്ട്, അവരൊന്നും പറയില്ല. കാരണം പണ്ട് നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് വേണം ശബരിമല പോകാൻ. ആ ഒരു മനസ്സിൽ അവരുടേതായ വിഷമങ്ങളെല്ലാം ഒതുക്കിയാണ് ഈ ഭഗവത് ദർശനം കഴിഞ്ഞ് പോകുന്നത്. ഒരു നിമിഷം കിട്ടിയാൽ അത് അവരുടെ സുഹൃതം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസികളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മാറ്റിയിട്ട് വേണം ഇവരൊരു സംഗമം നടത്തേണ്ടത്. അത് ഭക്തജനങ്ങളും മാത്രമല്ല, ഇതിൽ നടത്തേണ്ടത് മുഴുവൻ വിശ്വാസികളോട് ചേർന്ന് തന്നെ വേണം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, അയ്യപ്പൻ്റെ കാര്യമാണ്, അയ്യപ്പൻ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് എല്ലാ ഹൈന്ദവ വിഭാഗത്തെയും ഹൈന്ദവ സംഘടനകളെയും എല്ലാവരും ആലോചിച്ച് വേണം ശരിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തേണ്ടത്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഒരു പ്രതികാര നടപടികളോട് ഭക്തജനങ്ങളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇതൊന്നും അല്ല, ഞങ്ങളൊരു ഭക്തജന സംഗമം എല്ലാവരും വരണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് തീർച്ചും അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്.
എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ? ആയിരുന്നു, സ്വാഗതം ചെയ്യപ്പെടേണ്ടതായിരുന്നു. എപ്പോൾ? അയ്യപ്പൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കാൻ പോകുന്ന ഭക്തൻ്റെ ഉദ്ദേശം എന്താണ്? അയ്യപ്പനായിത്തീരുകയാണ്. അത്തരത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത് സ്വാമിയുടെ പ്രതിപുരുഷന്മാരാണ്. അവരെ സംഘടിപ്പിക്കുന്നു, അവരൊരുമിച്ചൊരു യോഗം ചേരുന്നു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് വാസ്തവത്തിൽ. പക്ഷേ ആര്, എങ്ങനെ സംഘടിപ്പിക്കുന്നു? അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച പ്രസ്ഥാനക്കാരൻ്റെ പാർട്ടി നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണക്കാക്കണം? ശബരിമല മാത്രമല്ല, ഗണപതി പോലും മിത്താണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നടപ്പാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് ഭക്തി, എവിടെയാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം എവിടെയാണുള്ളത്? ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയോ വിശ്വാസമോ ആചാരങ്ങളിലുള്ള അനുഷ്ഠാനങ്ങളിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പൊടിക്ക് പോലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേറൊരു മാനമുണ്ടാകുമായിരുന്നു. പക്ഷേ ആ മാനമല്ല ഇപ്പോഴുള്ളത്. നേരെ മറിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ടുള്ള വലിയ വിഭ്രമജനകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അവരുടെ മുമ്പിലുള്ളത്. വീണ്ടും 6-7 വർഷം മുമ്പ് നടന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും കേരളത്തിൽ അരങ്ങേറുവാൻ പോവുകയാണോ? അയ്യപ്പൻ്റെ കല്യാണം നടത്തുവാൻ ഒരുമിച്ചെല്ലാവരും വരികയാണോ? ഈ ആശങ്ക കേരളത്തിലെ മാത്രമല്ല, ആഗോള തലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിൽ മുഴുവനുമുണ്ട്. അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്കിപ്പോൾ ഒരു തരത്തിലും ഗ്യാരണ്ടി പറയാൻ സാധ്യമല്ല. എങ്ങനെ ഗ്യാരണ്ടി പറയാൻ സാധിക്കും? അവരുടെ മനസ്സിനെ, വികാരത്തെ മുറിവേൽപ്പിച്ചാൽ ഏതെല്ലാം തരത്തിലായിരിക്കും പിന്നെ ഈ സംഗമത്തിനോടുള്ള ജനങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതികരണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിന് നമ്മൾ പാഴൂർ പടിപ്പറയിൽ പോയിട്ടും വിശേഷമില്ലാത്ത കാര്യമാണ്. ഇതിങ്ങനെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സ്ഥിതിക്ക് വാസ്തവത്തിൽ എന്താണ് കേരളത്തിൽ വേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ എത്രയോ പിന്നെ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളെയും അതുപോലെ നമ്മുടെ ആചാര അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം സംരക്ഷിച്ചു കൊണ്ടുവരുന്ന നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്. ആരുമായിട്ടും സംവദിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് ഇവരുടെ പാർട്ടിയുടെ ഇപ്പോൾ നടക്കുന്ന ഇന്നലെ എറണാകുളത്ത് 2 ദിവസം മുമ്പ് KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നവിടെ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരുടെ യോഗങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം പങ്കെടുത്ത് ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെയും അയ്യപ്പന്മാരുടെയും പരിപാടി പാർട്ടി കാഡറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ലക്ഷ്യം പോകുന്നത് ഒരേ ദിശയിലേക്കാണ്. ആ ദിശയിലേക്ക് പോകുന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് മറ്റൊന്നും പറയാനില്ല. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ധർമ്മസ്ഥലയിലെ പ്രശ്നങ്ങൾ. ആ ധർമ്മസ്ഥലയിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിൽ അത് വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച ഗൂഢാലോചന? നേരത്തെ ശ്രീയുടെ കുമാർജി സൂചിപ്പിച്ചു, ആഗോള വ്യാപകമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഭാരതത്തിലെ ജനങ്ങളുടെ സാംസ്കാരിക ഐക്യം, ഈ നാടിൻ്റെ ഐക്യം, ഇത് ഇന്നോ ഇന്നലെയോ തൊണ്ടായ രാഷ്ട്രമല്ല. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായി രാഷ്ട്രത്തിൻ്റെ ഐക്യം നിലനിർത്തിക്കൊണ്ടു പോയതിന് ഈ നാടിൻ്റെ സാംസ്കാരിക അടയാളങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗോറിയും ഗസ്നിയും അതുപോലെ മറ്റ് ചെങ്കിസ് ഖാനും അങ്ങനെയുള്ള പല തരത്തിലുള്ള ബാബറും ഉൾപ്പെടെയുള്ളതായിട്ടുള്ള ആക്രമണകാരികൾ ഇന്ത്യയുടെ ഈ ജനകീയ കൂട്ടായ്മയുടെ വൈകാരിക കേന്ദ്രങ്ങളെ അതിനെ നശിപ്പിച്ചാൽ മാത്രമേ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടായിരുന്നു സോമനാഥ ക്ഷേത്രം തച്ച് തകർത്തത്, അയോധ്യ തകർത്തത്. ഇന്ന് നമുക്കറിയാം ആന്ധ്രാപ്രദേശിലെ പിന്നെ വെങ്കടേശ്വര ക്ഷേത്രത്തിന് നേരെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അറിയാം. അതുപോലെ തന്നെയാണ് ധർമ്മസ്ഥലയിലും സംഭവിച്ചത്. കേരളത്തിൻ്റെ വൈകാരികമായിട്ട് ജനങ്ങളുടെ ജാതിക്കതീതമായി, സമുദായത്തിനതീതമായി, ഈവൻ മതത്തിനും അതീതമായി കേരളീയ ജനങ്ങളെ മുഴുവനും തന്നെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്ന അടയാളമാണ് സ്വാമി അയ്യപ്പൻ. ഏത് വിശ്വാസിയെയാണ് ശബരിമലയിൽ സ്വാഗതം ചെയ്യാത്തത്?
എല്ലാ വിശ്വാസികളെയും, എല്ലാ മതക്കാരെയും, എല്ലാ സമുദായക്കാരെയും അവിടെ ശബരിമലയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ കേരള ഹൈന്ദവ സമൂഹവും കേരള സമൂഹവും തയ്യാറാണല്ലോ. വരുന്നുണ്ടല്ലോ, അനവധി പേർ വ്രതധാരികളായി വരുന്നുണ്ടല്ലോ. ആ വ്രതധാരണമാണ് കേരളത്തെ മാത്രമല്ല, തെന്നിന്ത്യയെ മാത്രമല്ല, ഭാരതത്തെ മുഴുവൻ ഭാരതത്തെയും ഒരേപോലെ സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തോടുകൂടി നിലനിർത്താൻ സഹായിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അക്കാഡമിക ദൃഷ്ടിയിലും അതുപോലെ ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിലും ചിലപ്പോൾ പറയും ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നത് അവിടുത്തെ പണത്തിന് വേണ്ടിയും അതല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയുമാണെന്ന്. ടിപ്പു ആക്രമിച്ച ക്ഷേത്രങ്ങളിൽ പകുതിയിലേറെ നിത്യനിദാനം പോലുമില്ലാത്ത ക്ഷേത്രങ്ങളായിരുന്നു. എന്തിനാണ് ആക്രമിച്ചവിടെ? അവിടെ ഒന്നും കിട്ടാനില്ല, അവിടെ കുഴിച്ചിട്ടിട്ടില്ല, ഒന്നും ഭണ്ഡാരത്തിലൊന്നുമില്ല, അവിടെ സ്വർണ്ണമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനു ചെയ്തു? അപ്പോൾ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് ഉത്തരം. ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും അതുപോലെയുള്ള ആമ്നായ സമ്പ്രദായങ്ങൾ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള അനവധി ശൃംഖലകൾ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും അവ നശിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈ നാടിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഏകതയുടെ മാർഗങ്ങളെ നശിപ്പിക്കാൻ സാധിക്കൂ. ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭക്തരെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായിട്ടുള്ള ഐക്യത്തോടുകൂടി ഒരുമിച്ച് വരുന്ന ഭക്തർക്ക് ഈ ശബരിമല അയ്യപ്പ ധർമ്മത്തെ സംരക്ഷിച്ചേ മതിയാവൂ. ശബരിമല അയ്യപ്പ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ കേരളത്തിലെ അയ്യപ്പ ഭക്തർ ഏതറ്റം വരെ പോകുമെന്ന് നമുക്കിപ്പോൾ ഒരു ഗ്യാരണ്ടിയും പറയാൻ സാധ്യമല്ല. ആ അറ്റത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കാതിരിക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിയമപരമായിട്ടുള്ള വിഷയങ്ങളും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസുമെല്ലാം നിയന്ത്രിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. സർക്കാർ ഒരു നിമിത്തത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിന് ശേഷം ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടപ്പാകാൻ പോകുന്നില്ല. ക്ഷമയുടെ അതിരുകൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക് കേരളീയ ജനങ്ങളെ തള്ളിവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും കൂടി വയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സംയമനത്തോടു കൂടി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മാധ്യമ യോഗം ഇന്നിവിടെ നടക്കുന്ന സമയത്ത് ഇന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. കാരണം അതിലേറ്റവും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് അവതരിപ്പിക്കാനും ഉയർത്തി കാണിക്കുവാനും ഉദ്ദേശിച്ച സ്റ്റാലിൻ, അദ്ദേഹം തന്നെ ഞാൻ വരുന്നില്ല എന്ന് നിശ്ചയിച്ചു. ഇത് ഈ ഭക്തജനങ്ങളുടെ അങ്ങേയറ്റത്തെ അവരുടെ വിജയത്തിൻ്റെ മകുടോദാഹരണമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതായിരിക്കും സ്വാഭാവികമായിട്ടും കേരളത്തിൽ സംഭവിക്കാൻ ഉദ്ദേശിക്കുന്ന നടപ്പാകാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് മാത്രം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.